കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിൽ ആല്യാസദ്രം അവിടെ കുറെ ജഡീക ചിന്തകളും ഈർഷ്യതകളും കടന്നു വന്നിരിക്കുന്നു. ഒരുവൻ പറയുന്നു, ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ, അപ്പലൂസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ. ഇല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് അവർ പറയപ്പെടും. അപ്പോൾ ഇത് കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, ഒരു പക്ഷവുമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേല. ഞങ്ങൾ ദൈവത്തിൻ്റെ, പൗലോസായിരുന്നാലും പത്രോസായിരുന്നാലും അപ്പല്ലോസായിരുന്നാലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, വിശ്വാസികളെ കൃഷിയാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുന്നവനെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാക്കിക്കൊണ്ട് ഇവർക്ക് ദൈവത്തിൻ്റെ ഗ്രഹമാക്കിക്കൊണ്ട്, വിശ്വാസികളെ ദൈവത്തിൻ്റെ ഗ്രഹമാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നു, ഈ ഗ്രഹത്തില് നടുന്നവൻ ഒരാള്, നനയ്ക്കുന്നവൻ ഒരാള്, വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണ്? ദൈവത്തിനാണ് മുഴുവൻ ക്രെഡിറ്റ്. ഇതിനകത്ത് പ്രിയ ദൈവങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ആമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ കൂട്ടുവേലക്കാരനാണെന്ന് പറയുന്നു, ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ആമോസിന്റെ ലേഖനം 3:3 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, 2 പേർ ഒത്തിട്ടല്ലാതെ പിന്നെ എങ്ങനെ ഒരുമിച്ച് നടക്കും? നമ്മളൊരു കൃഷി ചെയ്യാനായിട്ട് ഒരു വയലിൽ പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, ആ വയല് എങ്ങനെ ഒരുക്കണമെന്ന്, എവിടെ തുടങ്ങണമെന്നും ആ 2 പേർ ഒരുമിച്ചിരുന്ന് ആദ്യം ഒന്ന് ചർച്ച ചെയ്യും. നീ ഈ അറ്റത്തുനിന്ന് വിട്ടാൽ ആ അറ്റത്തുനിന്ന് കിളയ്ക്കണം, അവിടെ ഇത്തിരി കട്ടിയാണ്, അതിനെ ഒന്ന് ഉഴുതു മറിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു അഭിപ്രായത്തിൽ എത്തും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, ഈ വയലിൽ ഏത് വിത്ത് ഇട്ടാൽ ഈ മണ്ണിൽ വേഗത്തിൽ നമുക്ക് ഫലം കിട്ടും? ആ വിത്ത് അവര് യോജിച്ചിടും. അപ്പൊ എല്ലാത്തിനും ഒരു യോഗ്യത അവർക്കുണ്ടാകും, ഒരു ഒത്തൊരുമിപ്പ്, ഒരു തുല്യമായ ചിന്ത അവർക്കുണ്ടാകും. ഇതാണ് കൂട്ടുകൃഷിക്കാർ. അതിന് ആദ്യം വേണ്ടത് തമ്മിൽ എന്തുണ്ടാകണം? ഒരു ഐക്യതയുണ്ടാകണം. ആ ഐക്യതയാണ് കൃഷി ആല്യാസ്തോത്രം നല്ല ഫലം കിട്ടാൻ ഉപയോഗിക്കുന്നതിന് കാരണം. കാരണം ദൈവത്തിൻ്റെ തോട്ടം, ദൈവത്തിൻ്റെ കൃഷിയേക്കാൾ അധികമായിട്ട് ഫലം കിട്ടത്തക്ക രീതിയിൽ കൃഷി ചെയ്യുന്നവർ ഉണ്ട്. അല്ലെ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം ഒന്നെടുത്ത് അതിന്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നോക്കണമേ, ദൈവം നടാത്ത ഒരു തോട്ടത്തിനകത്ത് നിൽക്കുന്ന വൃക്ഷത്തെ ആല്യാസ്തോത്രം ചെയ്യുന്നു. അവർ പരിപാലിക്കുന്നത് രീതി ഒന്നുകൂടെ വായിച്ചേ. വെള്ളം അതിനെ വളർത്തി, ദൈവമല്ല വളർത്തിയത്, പിന്നെയോ വെള്ളം അതിനെ വളർത്തി, ആഴി അതിനെ ഉയരുമാറാക്കി, അതിന്റെ നദികൾ ദൈവം നടാത്ത തോട്ടത്തിന് ചുറ്റും ഒഴുകി. വയലിലെ സസ്യങ്ങളുടെ മൃഗങ്ങളുടെ അടുക്കലേക്ക് ഈ ഒഴുക്കിനെ എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. കണ്ടോ? അതെന്ത് ചെയ്തു? ഇപ്പുറത്തെ തോട്ടത്തിലുള്ള വൃക്ഷത്തെക്കാളും അതെന്ത് ചെയ്തു? പൊങ്ങി. അപ്പൊ ഏതിനായിരിക്കും മനുഷ്യൻ മുൻതൂക്കം കൊടുക്കുന്നത്? ദൈവത്തിന് നട്ടിരിക്കുന്ന തോട്ടത്തെയാണോ, അതോ ദൈവം നടാതെ ജാതികൾ നട്ടിരിക്കുന്ന തോട്ടമാണോ ഇവിടെ കൂടുതൽ പൊങ്ങിയതാ? ദൈവം നടാത്ത തോട്ടം, അവിടുത്തെ വൃക്ഷമാണ് കൂടുതൽ എന്ത് ചെയ്തു? പൊങ്ങി. അടുത്ത
നോക്കണമേ, അതിലാണ് ചില്ലകളിലാണ് ആകാശത്തിലെ പറവകൾ വന്ന് കൂടുകൂട്ടുന്നു. കണ്ട, അതിന്റെ തണൽ, ഈ വൃക്ഷത്തിന്റെ തണൽ ആരും വന്ന് പാർത്തു? ജാതികൾ വന്ന് പാർക്കാൻ തുടങ്ങി. എന്നാ ദൈവമക്കൾ ഇതിൽ പാർക്കില്ല. ദൈവമക്കള് ദൈവത്തിന്റെ കൃഷിയാ, ദൈവമക്കള് ദൈവത്തിന്റെ കൂട്ടുവേലയ്ക്കുള്ള കൃഷിയാ. അടുത്ത വാക്യം. ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവം നട്ടിരുന്ന ദേവദാരുക്കൾക്ക് ഈ വൃക്ഷത്തെ മറയ്ക്കാൻ കഴിയാതെ വണ്ണം അത് ദേവദാരുക്കളെക്കാൾ വലിയ പടർന്ന് പന്തലിച്ചു. മറപ്പാൻ കഴിയില്ല. എന്നാൽ ഈ ദൈവം നട്ടിരിക്കുന്ന സരളവൃക്ഷത്തിനകത്തുള്ള കൊമ്പുകളോട് ഈ കൊമ്പുകൾ ഒന്നും ഒത്തുവരികയുമില്ല. ദൈവം നടുന്ന കൊമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഏലിയാവ് ഇസബേലിന് നേരെ ഒരു ദൂത് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ ശവം നായ്ക്കൾ തക്കുമെന്ന് പറഞ്ഞു. അല്ലിയോസ്തോത്രം. ഈ ദൂത് പറഞ്ഞിട്ട് ഇസബേല് ഏലിയാവിനെ കൊല്ലാൻ തക്കവണ്ണം അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ ഏലിയാവ് മരിച്ചു. ആഗാബ് ചെന്ന് ഉപവസിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആഗാബ് തന്നെ താഴ്ത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. താഴ്ത്തിയപ്പോൾ ദൈവം അവന് വരേണ്ട അനർത്ഥം അവന്റെ മകന് അങ്ങ് വരുത്തി. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ആഗാബിന്റെ 70 മക്കളെയും കൊന്ന് തല വെട്ടിയെടുത്ത് കുട്ടയ്ക്കകത്താക്കി അവിടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടെന്ന ഒരു കൂമ്പാരമാക്കി കൊണ്ടുവച്ചെന്നാണ്. ദൈവം പറയുന്ന ദൂത് ദൈവത്തിന്റെ കൃഷിയിൽ ദൈവിക ആലോചനയിൽ പറയുന്ന ദൂത് ചിലപ്പോൾ ദൈവസന്നിധിയിൽ ഈ കേൾക്കുന്ന ആള് അത് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുമ്പോൾ, ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ദൈവം അത് മാറ്റിക്കൊടുക്കും. പക്ഷേ ആ ദൂത് അവന്റെ തലമുറയ്ക്ക് ഏറ്റവും ശാപമായി മാറും. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുവേലക്കാരാണ്. എന്തിനാണ്? ദൈവത്തിന്റെ കൃഷിയിൽ നനയ്ക്കാൻ വേണ്ടി വന്നവർ, നടാൻ വേണ്ടി വന്നവർ. അതിന് ദൈവവുമായിട്ട് ഒത്തിട്ടാണ് എന്ത് ചെയ്യാൻ? നിലം ഒരുക്കേണ്ടത്, നിലത്തിൽ കിളക്കേണ്ടത്, നിലത്തിൽ നല്ല വിത്ത് പാകേണ്ടത്, അതെല്ലാം ദൈവവുമായിട്ട് ഒത്തിട്ട് ചെയ്യുന്നതാണ്. അതിൽ ആർക്കും എന്തില്ല? ക്രെഡിറ്റ് ഇല്ല. ആരും അതിനകത്ത് ഞാനാണിത് ചെയ്തതെന്ന്, ഞാനാണിത് ഒരുക്കിയതെന്ന്, ഞാനാണിത് നട്ടതെന്ന്, ഞാനാണ് ഇതിന് വെള്ളം ഒഴിച്ചതെന്ന് ആരും തമ്മിൽ പറയണ്ട. എത്ര വെള്ളം ഒഴിച്ചിരുന്നാലും അത് പടിയിക്കാനും ദൈവത്തിന് കഴിയും, അതിനെ വളർത്താനും ദൈവത്തിന് കഴിയും. അതിനാദ്യം കൃഷിക്കാർ തമ്മിൽ എന്ത് ചെയ്യണം? ഒക്കണം, ഐക്യതപ്പെടണം. നമുക്കറിയാം, പൗലോസും ബർണബാസും കൂടെ ദൈവത്താൽ ബർണബാസ് ആണ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നത്. 2ാം മിഷണറി യാത്ര വരെ 1ാം മിഷണറി യാത്രയിൽ കംപ്ലീറ്റ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ബർണബാസാണ്, അല്ലെ?
ബർണബാസ് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കുറെ ദൂരം പോയിട്ട് ഇവരെ കൂട്ടത്തുണ്ടായിരുന്ന മർക്കോസ് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. മർക്കോസ് എന്ന പേരുള്ള യോഹന്നാൻ മടങ്ങിപ്പോയപ്പോൾ മർക്കോസ് രണ്ടാം മിഷണറി യാത്രയില് ബർണബാസ് പറഞ്ഞു, മർക്കോസിനെ അവിടെ കൂട്ടിക്കൊണ്ട് നമുക്ക് പോകണം. 15 പ്രവൃത്തിയുടെ പുസ്തകം 15 അധ്യായം 36 വാക്യം തൊട്ട് വായിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു. പൗലൂസ് പറഞ്ഞു, ഇല്ല, പിന്മാറിപ്പോയവനെ കൂടെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. ഇവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. അവിടെ വെച്ച് അവർ പിരിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൗലൂസ് ബർണബാസിന് വേണ്ടി കണ്ടെടുത്ത ആളാണ് ശീലാസ്. പ്രിയ ദൈവമക്കളെ, ഇതിനൊരു കാരണമുണ്ട്. ഒരു സഭ വിട്ട് മറ്റൊരു സഭയിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന വ്യക്തികളെയും കൊണ്ട് നമ്മൾ വിസിറ്റിങ്ങിന് പോയാൽ, ദേശത്ത് പ്രവർത്തിക്കാൻ പോയാൽ, ആ പോകുമ്പോൾ ആ നാട്ടുകാർ ചോദിക്കുന്നതായിരിക്കും, നീ ഇപ്പൊ ഈ സഭയിലാ ആ സഭയിലാ? ചോദിക്കില്ലേ? നീ ഈ സഭയിലോ ആ സഭയിലോ? നീ ഇവിടെ നിന്ന് പടങ്ങിപ്പോയതല്ലേ, നീ എങ്ങനെ തിരിച്ചു വന്നു? അതുകൊണ്ടാണ് പൗലൂസ് എന്ത് ചെയ്യാത്തത്? ബർണബാസിനെ കൂട്ടാത്തത്. നമ്മളാണെങ്കിൽ മർക്കോസിനെ കൂട്ടിയില്ല. നമ്മളാണെങ്കിൽ ഈ സഭയിൽ നിന്ന് ചാടി അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്തുനിന്ന് കറങ്ങി ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും നമ്മുടെ സഭയിൽ വന്നാൽ നമ്മൾ അടച്ചു നിർത്തി എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുപോകും. കാരണം നമ്മൾ ദൈവമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായി ഒരു ഒത്തൊരുമയില് വന്നില്ല. പൗലൂസ് കൊണ്ടുപോയില്ല. അതോടുകൂടി ബർണബാസും പൗലൂസിനെ വിട്ട് പോയി. ബർണബാസിന്റെ മച്ചനാണ് ആര്? മർക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന മർക്കോസ്. ഈ മർക്കോസിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ആരെന്നറിയാമോ? പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-13 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മർക്കോസ് എനിക്ക് മകനായ മർക്കോസിന് വന്ദനം ചെയ്യുവീൻ എന്നാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം പത്രോസിന്റെ അനുഭവം എന്താണെന്ന്. പത്രോസിന്റെ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് 2 വെള്ളത്തിൽ കാല് ചവിട്ടിയാ മുമ്പോട്ട് പോകുന്നത്. അവിടെ പത്രോസും തമ്മിൽ തെറ്റിപ്പിടിയത്തക്ക വാദമുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യം പത്രോസിന്റെ പക്കൽ അന്യായം കണ്ടു എന്നെഴുതിയിരിക്കുന്നു. പത്രോസിന്റെ കപടത്താൽ ബർണബാസ് തെറ്റിപ്പോയി എന്നെഴുതിയിരിക്കുന്നു. അപ്പൊ ചിലരെല്ലാം ദൈവത്തോട് ഒക്കാതെ കർത്താവിന്റെ വേല ചെയ്താൽ ചിലരെ തെറ്റിക്കാനേ കഴിയും, അല്ലാതെ അടുപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൂടെ. നമ്മളെ കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ തിരിച്ചു വന്ന ലൂക്കോസ് 10-19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ആകാശത്ത് നിന്ന് പിശാച് സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ കർത്താവ് പറയാണ്, അതിലൊന്നും കാര്യമില്ല, നിങ്ങളുടെ പേര് ദൈവരാജ്യത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് സന്തോഷിക്കും. പേരെഴുതണം. ഇനി കർത്താവിനോട് ചേർന്ന് നടക്കണം. ദൈവമക്കളെ, കർത്താവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് 3:8 വായിക്കുമ്പോൾ, ഉടുപ്പ് മലിനമാകാത്ത ചിലർ ഈ സഭയിൽ നിനക്കുണ്ട്, അവർ നിന്നോട് കൂടെ നടക്കും. അപ്പൊ മലിനമാക്കാത്തവർക്ക് മാത്രമേ കർത്താവിനോട് ചേർന്ന് കൂട്ടുവേല ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലാത്തവർക്ക് കഴിയില്ല. ഒരു കാരണവശാലും
കഴിയില്ല, മലിനമാകാതെ. നിസ്സാരമായ 2 കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ മലിനമാകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 12:15. നോക്കണമേ, അപ്പോ കൈപ്പുള്ള വേര് മുളച്ച് മലിനപ്പെടും. ദൈവകൃപ അവരിൽ നിന്ന് വിട്ടുപോകും. കൈപ്പുള്ള വേര് മുളയ്ക്കും, ദൈവകൃപ അവരിൽ നിന്ന് വിട്ടുപോകും. അതിനാൽ അവർ മലിനപ്പെടും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കൈപ്പുള്ള വേര് എപ്പോഴും മുളയ്ക്കുന്നുവോ അപ്പോൾ ഒരു വ്യക്തി മലിനപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ ചേർന്ന് നടക്കാൻ കഴിയാത്തവർക്ക് ദൈവത്തിന്റെ കൃഷി ചെയ്യാനും പറ്റില്ല. ആദ്യം നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. കർത്താവ് തൻ്റെ കൃഷിയെക്കുറിച്ച് പറയുന്നത് യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തില് 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോഴേക്കുന്നു, എൻ്റെ പ്രിയന് ഫലപ്രദമായ കുന്നിൻ മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിനകത്ത് ദൈവം വേലി കെട്ടി. ആദ്യം ചെയ്തത് എന്താണ്? വേലി കെട്ടി. യോബിനും അവനുള്ളതിനും മക്കളെയും ചുറ്റും എന്ത് ചെയ്തു? വേലി കെട്ടി. അടുത്ത് ചെയ്തത് കല്ല് പുറക്കിക്കളഞ്ഞു. എന്നിട്ട് നല്ല തൈകളാണ് അതിനകത്ത് നട്ടത്. ഇതിനകത്തുനിന്ന് ദൈവത്തിന് കിട്ടിയത് കാട്ട് മുന്തിരിങ്ങ. ദൈവം തന്നെ ചോദിക്കണം, ഞാൻ നല്ല മുന്തിരി നട്ടു, പിന്നെ എങ്ങനെ ഇത് കാട്ടുമുന്തിരിയെ കാച്ചു? അതുകൊണ്ട് ദൈവം വേലി പൊളിച്ചു. വേലി പൊളിച്ചപ്പോൾ അവിടെ ആര് കയറി? കാട്ടുപന്നി കയറി. അതിനെ മാന്തി പൊളിച്ചു കളഞ്ഞു. ഇന്ന് പല കുടുംബങ്ങളും പല സഭകളും ഇതുപോലെയാണ്. ദൈവത്തിന്റെ കൃഷിക്കകത്തുനിന്ന് പുറത്തായി, വേലി പൊളിക്കപ്പെട്ടു. കാട്ടുപന്നി കയറി എന്ത് ചെയ്യുന്നുണ്ട്? മാന്തുന്നു, അതിനെ പൊളിച്ചു കളയുന്നു. അത് മാത്രമാണോ? ദൈവത്തിന്റെ സൂക്ഷിപ്പിൽ ഈ കൃഷി തോട്ടം ഇല്ല. യെശയ്യാപ്രവചനം തന്നെ 27-ാം അധ്യായം അതിന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. നോക്കണമേ, ഒരു വ്യക്തിക്കും ഇപ്പോൾ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടാൻ തക്കവണ്ണമുള്ള അനുഗ്രഹം അവിടെ ഇല്ല. കാരണം അവിടെ വക്രസർപ്പവും വിദ്വൽ സർപ്പവും എന്ത് ചെയ്യുന്നുണ്ട്? കയറി ആ തോട്ടത്തിനകത്ത് ഇവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ സർപ്പത്തെ കൊന്നാൽ മാത്രമേ ദൈവജനത്തിന് നല്ലൊരു പാട്ട് പാടാൻ കഴിയും. ഏതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്? ആദാമിനെ വഞ്ചിച്ചതുപോലെ സർപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഉപായത്താൽ ദൈവമക്കളെ ചതിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, സന്തുകയെടുത്ത് പറയുകയാണ്, സാക്ഷാൽ ഇണയായവനോട് തുണയായി നിന്ന് സുവിശേഷത്തിൽ പോരാടാൻ. നിങ്ങളെ ഇടയിൽ ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു വ്യക്തിയുണ്ട്, ക്ലമന്ത്. അവൾ സുവിശേഷത്തിൽ പോരാടുന്നത് അങ്ങനെയാണ്. ഇത് പലരും വീട്ടിനകത്ത് നല്ല ജോലികളൊന്നും ചെയ്യാതെ, ആളില് ഭർത്താവിനുമായിട്ട് ഒരു ഇണങ്ങാതെ സുവിശേഷമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടും. പക്ഷെ സുവിശേഷം തുടങ്ങേണ്ടത് ആദ്യം അവിടെ സ്വന്തം കുടുംബത്തിലാണ് സുവിശേഷം തുടങ്ങേണ്ടത്.
അതിനകത്ത് സുവിശേഷം നടക്കണം. അതിനകത്ത് സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി. ഞാൻ ഇവിടെ ഇസഹാക്ക് വിവാഹം കഴിക്കുകയാണോ? അബ്രഹാം ബഹുസമ്പന്നനായി. അബ്രഹാമിന്റെ വീട്ടിൽ ദാസന്മാരുണ്ട്. അബ്രഹാമിന്റെ വീട്ടില് സമ്പത്തിന് ഒരു കുറവും ഇല്ല. പിന്നെ എന്തിന് ഇസഹാക്കിന് പെട്ടെന്ന് അബ്രഹാം ഒരു വിവാഹം നടത്തി? സമ്പത്തിന് കുറവില്ല, ദാസന്മാർ, അവന്റെ ജഡത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ വളരുന്ന ഇസഹാക്കിന്റെ ഭവനം, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഭവനം. ഇതിനകത്ത് അബ്രഹാം ഇസഹാക്കിനൊരു വിവാഹം കഴിപ്പിക്കുക. എന്തിനാ വിവാഹം കഴിപ്പിച്ചത്? അവന് ഇതെല്ലാം സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അബ്രഹാമിന്, ഇസഹാക്കിനൊരു ദുഃഖമുണ്ട്. ആരെ ദുഃഖം? അമ്മയെ കുറിച്ചുള്ള ദുഃഖം. ഈ ദുഃഖം ഇസഹാക്കിന് റിബേക്കയിൽ കൂടെ മാറാൻ കഴിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാൽ സാക്ഷാൽ ഇണ. ഈ ഇണ ആയവർ തമ്മില് സുവിശേഷത്തിന് പോരാടിയപ്പോൾ ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചപ്പോൾ എന്ത് കിട്ടി? 100 മേനി ഫലം കിട്ടി. 2, അവിടുത്തെ രാജാവായ അബീമലേക്കിനേക്കാൾ ബഹുസമ്പന്നനായി, ബലമുള്ളവനായി തീർന്നു. രാജാവ് പോലും ഭയപ്പെടത്തക്ക നിലവാരത്തിൽ ഇസഹാക്കിനോട് അസൂയ തോന്നി. ഈ നിലവാരത്തിൽ വർത്തിക്കാൻ കാരണം അവരുടെ ഐക്യതയാണ്, കുടുംബത്തിനകത്തുള്ള ഐക്യതയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിരിക്കുന്ന നമുക്ക് ദൈവവുമായിട്ടൊരു ഐക്യത ഉണ്ടാകണം. കുടുംബത്തിനകത്ത് നമുക്ക് ഐക്യത ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കൃഷി നല്ല ഫലം കായ്ക്കൂ. ഇല്ലെങ്കിൽ നല്ല ഫലം കായ്ക്കില്ല. കൃഷിക്കകത്ത് നല്ല ഫലം ഉണ്ടാകണം. എത്ര നല്ല വിത്ത് നട്ടാലും അത് കയ്പുള്ള ഫലമാണ് കായ്ക്കുന്നതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഒരിക്കലും ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ആ കൃഷി ആകില്ല. പിന്നെ മൂന്നാമത് പറയുന്നത് ഗൃഹനിർമ്മാണം എന്നാണ്. ഗൃഹനിർമ്മാണം. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ച പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 2-ാം അധ്യായം 5-ാം വാക്യം. നോക്കണമേ, ആലയത്തിൽ വരുമ്പോൾ ഒരു വ്യക്തി ജീവനുള്ള കല്ലായിരിക്കണം. ചിലര് നിരാശ കൊണ്ട്, ദുഃഖം കൊണ്ട് മൂടി മൗനമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കടന്നു വരും. അത് വീട്ടിനകത്തുള്ള പ്രതികൂലമാണ് അവരെ നിരാശയിൽ, വാടിയ മുഖത്തോടെ ആലയത്തിൽ വരുന്നത്. ജീവനുള്ള കല്ലായി എന്ത് ചെയ്യണം? വരണം. ദൈവത്തിന്റെ അടുത്ത് ജീവനുള്ള കല്ലായി മാറിയാലേ നമ്മളൊരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടാൻ പറ്റും. ആത്മീയ ഗ്രഹമായി പണിയപ്പെടാൻ പറ്റും. ഇതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബത്തിനകത്ത് 2 പേരുണ്ടെങ്കിൽ 2 പേരും 2 രീതിയിൽ അധ്വാനിക്കുന്നവരാകണം. ആത്മീയ ഗ്രഹം. ഗ്രഹനാഥനെ കുറിച്ച് ദൈവം പറയുന്നത് നല്ല രീതിയിൽ കുടുംബത്തെ നന്നായി, തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, അതിന്റെ 12-ാം വാക്യം വായിച്ച്. 12.
ഇത് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുന്നതിന്, കുടുംബത്തെ നന്നായി ഭരിക്കുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ. എന്നാൽ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ്? സഭയ്ക്കകത്ത്. ഒരു സ്ത്രീക്ക് വേണ്ട യോഗ്യത അതിൻ്റെ 5-ാം അധ്യായം, തിമോഥെയോസിന്റെ ലേഖനത്തിന് 5-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ. അപ്പൊ ഇവിടെ പുരുഷനെ തിരഞ്ഞെടുക്കുന്നതിനാണ് യോഗ്യത കൂടുതൽ, സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നതിനാണ്? മനസ്സിലായ? കൂട്ട് കൃഷി എന്ന് പറയുന്ന ഇതാ, കൂട്ടുവേലയെന്ന് പറയുന്ന ഇതാ. ശരിക്കും ഒരു സ്ത്രീയെ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കുന്നതിന് പുരുഷനെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ പ്രാഗൽഭ്യമുണ്ട്. കാരണം ദൈവം പറയുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആണ് ആദ്യം ആരംഭിക്കുന്നത്. പാടുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിലാണ് ന്യായവിധി ആദ്യം നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയേ എന്ത് ചെയ്യുള്ളൂ? ദൈവം തിരഞ്ഞെടുക്കും. നമ്മൾ കൂട്ടുവേലക്കാരാകണം. ദൈവത്തിന്റെ കൂട്ടുവേല ചെയ്യുന്നവരായാല് നല്ല കൃഷി നമ്മളിൽ കൂടെ നടക്കും. മനസ്സിലായ? നല്ല കൃഷി നടക്കണം. കൂട്ടുവേലക്കാരാകണം. അതിന് പൗലോസ് പറയുന്നു, നമ്മൾ അല്പം നനച്ചാൽ മതി, നമ്മൾ അല്പം തടമെടുത്താൽ മതി, അല്പം നട്ടാൽ മതി. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ യോഗ്യമായവരാണെങ്കിൽ നമ്മൾ നടുന്നത് നല്ല ഫലം കായ്ക്കും. ആ വെള്ളം ഒഴിക്കുന്നത് തഴച്ചു വളരും. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നമ്മൾ കൂട്ടുവേലക്കാരാണ്. ദൈവത്തിന് തുല്യതയോടുകൂടി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്കൊരു പദവിയുമില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ്, ക്രിസ്തു ദൈവത്തിനുള്ളതും. ഞങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതും ക്രിസ്തു ദൈവത്തിനുള്ളതും. ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും ഒരു അധികാരമാണ് ദൈവത്തിൽ നിന്നുള്ളത്. ആ അധികാരത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കൂട്ടുവേലക്കാരാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കാട്ടുമുന്തിരിങ്ങ കായ്ക്കാൻ പാടില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ശരിക്കും നമ്മുടെ കുടുംബത്തിനകത്ത് നല്ല ഫലമുള്ള, നല്ല ഫലം ദൈവത്തിന് കായ്ക്കുന്ന വ്യക്തികളായി മാറണമെങ്കിൽ ആരുടെയും പക്ഷത്തിരിഞ്ഞ് അല്ല. മർക്കോസ് പത്രോസിനെ നോക്കി മാത്രമാണ് ജീവിച്ചത്. അതാണ് അവൻ്റെ ജീവിതത്തിലെ പരാജയം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആരെ? ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. വെള്ളം ഒഴിക്കണവനെയല്ല, നട്ടവനെയല്ല, തടമെടുത്തവനെയല്ല, വളരുമാറാക്കുന്ന ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ.